ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ആണ്. അടുത്ത ദിവസം അക്കരെ കൊട്ടിയൂർ തൊഴാൻ പോയതാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ 6 മണിയായപ്പം അമ്പലത്തിൽ തൊഴാനെത്തി. അപ്പോൾ അന്ന് തൊട്ട് സ്ത്രീകളെ കയറ്റുന്ന വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ബാവലിപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം. അപ്പോൾ ആ പുഴ കടന്നാണ് ഞങ്ങൾ അക്കരെ പോകുന്നത്. പാലം ഉണ്ടെങ്കിലും അപ്പം ഞങ്ങൾക്ക് വെള്ളം കുറവായതുകൊണ്ട് രാവിലെ അങ്ങോട്ട് ഈ ചാക്കിന് അടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ പോയത്. തിരിച്ചെന്നാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയതിനാൽ ഈ വഴി അടച്ചിട്ട് അവർ പാലത്തിൽ കൂടെയാണ് ആൾക്കാരെ കടത്തിവിട്ടത്. അന്ന് തൊട്ട് അന്ന് രാവിലെയാണ് സ്ത്രീകളെ അമ്പലത്തിനകത്ത് കയറ്റുന്നതായിരുന്നത്. കാരണം ആദ്യത്തെ 3 ദിവസവും അമ്പലത്തിൽ കയറ്റത്തില്ലായിരുന്നു. നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. തിരക്ക് അങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെ തൊഴാനായിട്ടെത്തി. കാരണം ഞങ്ങൾ അതിൻ്റെ അടുത്താണ് റൂം എടുത്തിരുന്നത്. അപ്പോൾ നന്നായിട്ട് തൊഴാൻ സാധിച്ചു. ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. തിരക്കിങ്ങനെ വരും. നന്നായിട്ട് കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്നില്ല, അല്ലാതെയാണ് ചുറ്റി തൊഴുതത്. ഇപ്പം നന്നായിട്ട് ആ ക്യൂവിൽ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നിന്നു. ഞങ്ങൾ ആ ശിവലിംഗത്തിൻ്റെ അടുത്തെത്തി. അവിടെ പൂജ നടത്തുന്നിടത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. തിരിച്ച് ഞങ്ങൾ ഉച്ചവരെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ 4:30-ക്കായിരുന്നു ട്രെയിന്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റൂം എടുത്തിരുന്നു അന്ന് രാത്രി സ്റ്റേ ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് കണ്ണൂർ എത്തിയിട്ട് പയ്യാമ്പലം ബീച്ചിൽ പോയ വീഡിയോ ആണിത്. പയ്യാമ്പലം ബീച്ചിൽ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന സ്ഥിതിക്ക് എവിടെയെങ്കിലും വൈകിട്ട് കുറച്ച് റൂമിലിരിക്കണ്ട, അപ്പോൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് കരുതിയിട്ട് പോയതാണ് ഈ പയ്യാമ്പലം ബീച്ച്. അവിടെ കുറച്ച് നേരം ഇരുന്നു. തിരിച്ച് വൈകിട്ടും ചായ കുടിച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം വൈകിട്ടൊക്കെ മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം 4:30-ക്ക് 4:50 ട്രെയിന്. കൃത്യം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനകത്തുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ചെറിയ മിനി വ്ളോഗാണ്. മറ്റൊരു യാത്രയുടെയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.